അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അതിമഹത്തായ വിജ്ഞാനത്തിൻ്റെ ഒരു ശൃംഖലയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച്, അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചും അതിൻ്റെ തേട്ടവും അതിൻ്റെ ആശയവും അതിൻ്റെ അർത്ഥവുമൊക്കെ മനസ്സിലാക്കി വരുന്ന വളരെ വിജ്ഞാനമായ ഒരു ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ നാം ഇന്ന് പഠിക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു നാമം അൽ ഹഖ് എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ ഹഖ് എന്നത് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. തിരുവചനങ്ങളിൽ ധാരാളം അതുപോലെ ആവർത്തിച്ച് വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അൽ ഹഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിലും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലും അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ പ്രവർത്തികളിൽ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ ദീന്, ഇങ്ങനെ ഏതേതെടുത്ത് വെച്ച് നോക്കിയാലും ശരി അള്ളാഹു അൽ ഹഖ് ആണ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സത്ത ഹക്കാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹക്കാണ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഹക്കാണ്, അള്ളാഹുവിൻ്റെ വിധി ഹക്കിൽ മാത്രം നിലകൊണ്ട് നിൽക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ സംസാരം അത് ഹക്കു മാത്രമാണ്, അതിൽ ബാത്തിലുണ്ടാവുകയില്ല എന്നിങ്ങനെ നമ്മൾ ഓരോന്നും പരിശോധിച്ച് കഴിഞ്ഞാൽ അള്ളാഹു ഹക്കാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംർ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിക്കുന്നതാരാണ്, റിസ്ക് നൽകുന്നവനാരാണ്, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ആരാണ് എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞിട്ട് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുകയാണ്, ഫഖുൽ അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? ഇതൊക്കെ സമ്മതിച്ചു, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹു ആണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ റിസ്ക് നൽകുന്നവൻ അള്ളാഹു ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവിന് വകവച്ചു കൊടുത്തു, സത്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അവരോട് പറയാണ്, ഫഖുൽ അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് പിന്നാലെ ആരാധനകൾ, അർത്ഥനകൾ ഒക്കെ നടത്തി ജീവിതത്തിൽ ഷിർക്ക് പ്രവർത്തിക്കുന്ന ആളുകളായിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല തൊട്ടടുത്ത ആയത്തിലൂടെ പറഞ്ഞു, ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്, അതാണ് നിങ്ങളുടെ റബ്ബ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എല്ലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറയാണ്, ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്, അവനാണ് ഹക്ക്, അൽ ഹക്കായിട്ടുള്ളവൻ ആ റബ്ബ് മാത്രമാണ്. ബാക്കിയുള്ള ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളെല്ലാം, മൂർത്തികളെല്ലാം അത് ഹക്കല്ല. യഥാർത്ഥ ഹക്കായിട്ടുള്ള ഇബാദത്തിനർഹനായിട്ടുള്ളവൻ, യഥാർത്ഥ ആരാധ്യൻ അത് അൽ ഹക്കായ അള്ളാഹു മാത്രമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ ആയത്തിൽ തുടർന്ന് ചോദിക്കുന്നുണ്ട്, ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാൽ, ഹക്കിന് ശേഷം ളലാലത്തല്ലാതെ, സത്യത്തിന് ശേഷം അധർമ്മമല്ലാതെ, അസത്യമല്ലാതെ വേറെന്താണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അൽ ഹക്കായ അള്ളാഹു മാത്രമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്നും അവനു മാത്രമാണ് ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത് എന്നും ഈ ആയത്തിലൂടെയെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. തിരുവചനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദീർഘമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ ഈ നാമം പ്രതിപാദിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുള്ളത്, അൻതൽ ഹഖ് വ വഅദകൽ ഹഖ് വ ലിഖാഉകൽ ഹഖ്, അല്ലാഹുവേ നീ ഹക്കാണ്, നീ ഹക്കായിട്ടുള്ളവനാണ്,
അതുപോലെ തന്നെ നിന്നെ കണ്ടുമുട്ടുമെന്നുള്ളതും ഹക്ക് തന്നെയാണ്. അതായത് വിചാരണ എന്നുള്ള ഒരു ദിവസമുണ്ട്, അത് അള്ളാഹ് പഠിപ്പിച്ചതാണ്, അതിൽ യാതൊരു സംശയവുമില്ല, അത് ഹക്കാണ് എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹ് പറഞ്ഞത് ഹക്കാണ്, അള്ളാഹുവിനെ കാണുമെന്നത് ഹക്കാണ്, അള്ളാഹു ഉണ്ട് എന്നതും ഹക്കാണ്. അതുപോലെ തന്നെ അള്ളാഹു വാഗ്ദാനം ചെയ്തതും ഹക്കാണ് എന്ന് പറയുന്നതിലൂടെ സ്വർഗം ഹക്കാണ്, നരകവും ഹക്കാണ്. അപ്പോൾ ഈ ഹക്കുകളൊക്കെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആല അവനാണ് യഥാർത്ഥ ഹക്കായിട്ടുള്ളവൻ, യഥാർത്ഥത്തിൽ സത്യവാനായിട്ടുള്ളവൻ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. യഥാർത്ഥ വാസ്തവമുള്ള സത്യമായിട്ടുള്ളവൻ അത് അള്ളാഹു മാത്രമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവൻ്റെ വാക്കുകൾ ഹക്കാണ്, അവൻ്റെ പ്രവർത്തികൾ ഹക്കാണ്. അവൻ ഹക്കിൽ നിലകൊണ്ടു മാത്രമേ വിധി കൽപ്പിക്കുകയുള്ളൂ എന്നതും നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഹക്കായ മാർഗത്തെ കൂടി കാണിച്ചു തരുന്നു, ഹക്കായ മാർഗത്തെ കൂടി കാണിച്ചു നൽകുന്നുണ്ട്. ഖുലില്ലാഹ് യഹ്ദിൽ ഹഖ്ഖ. അള്ളാഹു സുബ്ഹാനഹു തആല ഹക്കിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ വഴി നടത്തുന്നു. ഹക്കായ മാർഗം, അതിനാണ് പ്രവാചകന്മാരെ അയച്ചത്, അതിനാണ് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് മുഴുവനായിക്കൊണ്ട് ഇനി അന്ത്യനാൾ വരെയുള്ള ആളുകൾക്ക് വേണ്ടി നിയോഗിച്ചു. വിശുദ്ധ ഖുർആൻ ലോകർക്ക് മുഴുവനായിക്കൊണ്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടി വിശുദ്ധ ഖുർആൻ ഇറക്കി. ഇതൊക്കെയും ഹക്കായ മാർഗത്തിലേക്കുള്ള വഴി നടപ്പാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം പറഞ്ഞാൽ അതിൽ പിന്നെ തിരുത്തലുകൾക്ക് ആവശ്യമില്ല. അള്ളാഹു ഹക്ക് മാത്രമേ പറയുകയുള്ളൂ, ബാത്തിലൊരിക്കലും പറയുകയില്ല. അള്ളാഹു പറഞ്ഞൊരു വിഷയം പിന്നെ തിരുത്തേണ്ടി വരുന്ന ഒരവസ്ഥയിൽ, അതാണ് അൽ ഹക്ക്. അള്ളാഹു അൽ ഹക്കായിട്ടുള്ളവനാണ്. അതിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമഅന വ അതഅന, കേൾക്കുക അനുസരിക്കുക എന്നതു മാത്രമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകും മിനൽ മുംതരീൻ. ഹക്ക് നിൻ്റെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്, അവൻ ഹക്ക് മാത്രമേ പറയുള്ളൂ. അതിൽ പിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല, സംശയത്തിലകപ്പെട്ട് പിന്നീട് പിന്തിരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സംശയാലുക്കളിൽ പെട്ടുപോകരുത് എന്ന് അല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹി. അല്ലാഹു സുബ്ഹാനഹു തആല അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വിശ്വാസികൾക്ക് മേൽ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു വിശ്വാസിക്കോ ഒരു വിശ്വാസിനിക്കോ മറ്റൊരു വിധി തേടി പോകേണ്ടതില്ല. കാരണം അൽ ഹക്കായ അല്ലാഹു സുബ്ഹാനഹു തആല വിധിച്ചതാണ്, അതിൽ മാറ്റത്തിരുത്തലുകൾക്ക് ആവശ്യമില്ല എന്ന് വിശുദ്ധ ഖുർആൻ വീണ്ടും പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല ഹക്കാണ്, അവൻ ഹക്കാണ് പറയുന്നതും. വല്ലാഹു യഖൂലുൽ ഹഖ് വഹുവ യഹ്ദിസ് സബീൽ. അല്ലാഹു സംസാരിക്കുന്നത് മുഴുവൻ അത് ഹക്ക് മാത്രമാണ്, അവൻ നേർമാർഗം കാണിച്ചു തരികയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സംസാരം ഹക്കാണ് എന്ന് മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ ദാത്ത് സത്ത ഹക്കാണ് എന്ന് മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ വിധികൾ പ്രവർത്തനങ്ങൾ അതെല്ലാം ഹക്കാണ് എന്ന് നമുക്ക് ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രമല്ല ഒരു ചരിത്രം, ഒരു സംഭവം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. ആകാശലോകത്ത് വഹി നൽകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല തയ്യാറെടുക്കുമ്പോൾ ആകാശലോകം അത് പ്രകമ്പനം കൊള്ളും, മലക്കുകൾ അതിൽ സുജൂദിലായിക്കൊണ്ട് കിടക്കും. അള്ളാഹുവിനെ ആ ഒരു സമയം വല്ലാത്തൊരു സന്ദർഭമാണ്. സുജൂദിലായി കിടന്ന് പിന്നെ അവരുടെ മനസ്സുകളിൽ നിന്ന് ആ ഭയം നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി എണീക്കും. വിശുദ്ധ ഖുർആനിൽ കാണാം, ഹത്താ ഇദാ ഫുസിഅ അൻ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പേടിയങ്ങ് മാറിക്കിട്ടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിന് വഹി നൽകും. ആ വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം മുന്നോട്ട് പോകുമ്പോൾ മലക്കുകൾ, അവിടെയുള്ള മലക്കുകൾ ഇങ്ങനെ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞത്? മലക്കുകൾ ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം, ഖാലു മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, വഹി നൽകിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഖാലുൽ ഹഖ്ഖ വഹുവൽ അലിയുൽ കബീർ. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഹക്കാണ്, സത്യമാണ്. ഹക്കായിട്ടുള്ളവൻ ഹക്ക് മാത്രമേ പറയുകയുള്ളൂ, അവൻ ഉന്നതനും മഹോന്നനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല സത്യം പറയുന്നതിൽ ചിലപ്പോൾ ഉപമയിലൂടെ പഠിപ്പിക്കും. അള്ളാഹു ചില ഉപമകളിലൂടെ പഠിപ്പിക്കും.
അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം പറയുന്നതിൽ യാതൊരുവിധ ലജ്ജയും കാണിക്കുകയില്ല. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, ഹക്ക് പറയുന്നതിൽ യാതൊരു ലജ്ജയും കാണിക്കുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ ആരെങ്കിലും മോശപ്പെടുത്തി സംസാരിക്കുമോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഇട്ടെറിഞ്ഞു പോകുമോ എന്നിങ്ങനെയുള്ള ഒരു പേടിയോ പ്രയാസമോ ഒന്നുമില്ല. അള്ളാഹു ലജ്ജിക്കുകയില്ല ഹക്ക് പറയുന്ന വിഷയത്തിൽ. ചിലപ്പോൾ അത് ഉദാഹരണത്തിലൂടെ പറയും. ഈച്ചയുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ചിലന്തിയുടെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കാൻ വേണ്ടി, കളവാക്കാൻ വേണ്ടിയൊക്കെ ചില മുടന്തൻ ന്യായങ്ങൾ പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ റബ്ബ്? ചിലന്തിയെക്കുറിച്ച് പറയുന്നു, ഈച്ചയെക്കുറിച്ച് പറയുന്നു, ഇതൊക്കെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടിയായിക്കൊണ്ട് പറയുന്നു, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ ഫമാ ഫൗഖഹ. ഒരു ഈച്ചയോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ളതോ ഒന്നിനെക്കുറിച്ചും ഉപമ പറയുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് യാതൊരു പ്രയാസമില്ല, യാതൊരു ലജ്ജയുമില്ല എന്ന് അല്ലാഹു പറയുമ്പോൾ അല്ലാഹു സത്യം പറയുന്ന വിഷയത്തിൽ യാതൊരു ലജ്ജയും കാണിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു അൽ ഹക്കായിട്ടുള്ളവനാണ്, യഥാർത്ഥ സത്യമായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്. ആരാധനയുടെ വിഷയത്തിൽ അല്ലാഹു മാത്രമാണ് ഹക്കായിട്ടുള്ളവൻ. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല എന്നത് നമ്മൾ ഒന്നാമതായി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഹക്കാണ്. മൂന്നാമത്തത്, അവൻ്റെ സംസാരങ്ങൾ മുഴുവൻ ഹക്കാണ്, അതിൽ ബാത്തിലുണ്ടാവുകയില്ല, പ്രവർത്തനങ്ങളിൽ ബാത്തിലുണ്ടാവുകയില്ല. അതുപോലെ തന്നെ വിധി നിർണയിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്, വിധി നിർണയത്തിൻ്റെ ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഹക്കുകൾക്ക് വിജയം ലഭിക്കും. ഹക്കായത് മാത്രമേ അല്ലാഹു വിധിക്കുകയുമില്ലൂ, ഹക്കിൻ്റെ കൂടെയായിരിക്കും അല്ലാഹു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് മറ്റു ഫായിദകൾ, ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഹക്കിനു വേണ്ടി നിലകൊള്ളണം, സത്യത്തിനു വേണ്ടി പ്രമാണങ്ങളോടൊപ്പം നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ സൂറത്തു അസുറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചത് 4 കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് വിജയിച്ചത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ജനങ്ങൾ മുഴുവൻ, കാലം തന്നെയാണ് സത്യം, ജനങ്ങൾ മുഴുവൻ നഷ്ടത്തിലാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വതവാസൗ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ മാത്രമാണ് വിജയിച്ചവർ. വതവാസൗ ബിസ്സബ്ർ, അങ്ങനെ ഉപദേശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് ക്ഷമിക്കുകയും ചെയ്യുന്നവരാണ്, ക്ഷമ കൈക്കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരുമാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവർ എന്ന് പറയുമ്പോൾ മൂന്നാമത് അവിടെ പറഞ്ഞത് ഹക്ക് കൊണ്ട് ഉപദേശിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പാഠം, ഹക്ക് പറയാൻ ഒരിക്കലും മടിക്കരുത്, സത്യം പറയാൻ ഒരിക്കലും മടിക്കരുത്. അത് എത്ര പ്രയാസമുണ്ടെങ്കിലും ശരി, സത്യത്തിൻ്റെ കൂടെയായിരിക്കണം, സത്യം പറയണം, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, കളവ് നമ്മുടെ നാവുകളിൽ നിന്ന് വരാൻ പാടില്ല. മാത്രമല്ല മറ്റൊരു വിഷയം, സത്യത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ കൂടെയായിരിക്കണം നമ്മൾ. ഒരിക്കലും ബാത്തിലിനു വേണ്ടി, ഒരു കള്ളത്തരത്തിനു വേണ്ടി നമ്മൾ നിൽക്കാൻ പാടില്ല, സാക്ഷിയാകാൻ പാടില്ല. ഹക്കിനു വേണ്ടി, സത്യത്തിനു വേണ്ടി നമ്മൾ സാക്ഷ്യം വഹിക്കണം. ഒരു മോശപ്പെട്ട ഒരു പ്രവർത്തനത്തിന് വേണ്ടിയും നമ്മൾ സാക്ഷ്യം വഹിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അൽ ഹക്കായ അല്ലാഹു നാളെ വിധി നിർണയത്തിൻ്റെ രാവിൽ, അന്ന് നമ്മുടെ ഹക്ക് മാത്രമാണ് നമുക്ക് പോസിറ്റീവായിട്ടുണ്ടാവുക എന്നത് നമ്മൾ തിരിച്ചറിയുക. അൽ ഹക്കായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിച്ച് അൽ ഹക്കിന് വേണ്ടി, അൽ ഹക്കായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും സത്യത്തിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.